ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഫിഷറീസിനെ പറ്റി പറയാനാ. ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ട് ടു നോ അബൌട്ട് ഫിഷറീസ്. സോ ഞാനോടത്ത് ഫിഷറീസിനെ പറ്റി മാത്രം ഒരു വീഡിയോ ഉണ്ടാക്കാന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഫിഷറീസ് സയൻസ്? ഫിഷറീസ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുവോളജി പോലെയല്ല. സുവോളജി പോലെയാണെന്ന് കുറേ പേര് വിചാരിക്കും, പക്ഷെ അല്ല. ഞാൻ പറയുന്നത് BFSc, ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ്, 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ ഡിഗ്രിയാണ്. കുറേ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഒക്കെ ഉണ്ട്, അതൊന്നും പ്രൊഫഷണൽ അല്ല. ആൻഡ് ഇതിൽ 4 വർഷം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സബ്ജക്ട്സ് ഉണ്ടാവും. 10 സബ്ജക്റ്റോളം ഒരു സെമ്മിലുണ്ടാവും. ഫസ്റ്റ് സെമ്മിൽ സ്വിമ്മിങ് പഠിപ്പിക്കും. പിന്നെ ലാസ്റ്റ് വർഷത്തിൽ ഇന്റേൺഷിപ്പ്, പിന്നെ പ്രൊജക്റ്റ്, അങ്ങനെയൊക്കെയാണ്. സബ്ജക്ട്സ് കുറേ സബ്ജക്ട്സ് ഉണ്ട്. ഓരോ സെമ്മിലും ഓരോ 10 സബ്ജക്റ്റുകൾ വരും. ടോട്ടൽ ഒരു 60 സബ്ജക്റ്റ് 3 വർഷത്തിനുള്ളിൽ അവർ തീർക്കും. പിന്നെ 4 വർഷം ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഈ 60 സബ്ജക്റ്റും പഠിക്കണം PGക്ക് വേണ്ടി. സബ്ജക്ട്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി ചോദിക്കുന്നതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടണം എന്നുള്ള ഒരാളാണ്, പെട്ടെന്ന് ജോലി കിട്ടണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി പോലും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ലോട്ട് ഓഫ് 6 months കോഴ്സസ് ഒക്കെ ഉണ്ട്, നല്ല ശമ്പളമൊക്കെ കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും വേഗം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. അല്ലാതെ ലൈക്ക് 4 വർഷം പഠിച്ചില്ലെങ്കിലും നല്ല സാലറി കിട്ടണ കുറേ ഡിപ്ലോമാസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയും ഏറ്റവും ബെറ്റർ ജോലി മാത്രം കിട്ടുകയാണെങ്കിൽ. ഒരു ഡിഗ്രിയും വേണ്ട, ലൈക്ക് ഇത് പഠിച്ച് ഈ ഡിഗ്രി അങ്ങനെ പോലും നോക്കേണ്ട കാര്യമില്ല. കാശ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. ആൻഡ് ഇഫ് യു ലവ് ലൈക്ക് ഫിഷസ്, പിന്നെ ഇതിലൊരു കരിയർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫിഷറീസ് ഇതെടുക്കണം. BFSc ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. എൻട്രൻസിനെ പറ്റി ചോദിക്കണത്, എൻട്രൻസ് എന്ന് പറയുന്നത് നീറ്റ് UG അതിൽ കിട്ടുവാണെങ്കിൽ നാട്ടിൽ കിട്ടും, നാട്ടിലെ കോളേജിൽ കിട്ടും. ആൻഡ് CUET എഴുതുന്നത് ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാനാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ അവർ തരത്തില്ല മാക്സിമം. കാരണം നാട്ടിലുള്ളവർക്ക് പുറത്തേക്ക് വിടാനുള്ള ഓൾ ഇന്ത്യ എക്സാം നടത്തുന്നത്. ബെസ്റ്റ് കോളേജിൽ പോകണമെങ്കിൽ നിങ്ങൾ തമിഴ്നാട്, പിന്നെ കർണാടക, ഇവിടെയൊക്കെ നാട്ടിൽ നിന്ന് അടുത്തായിരിക്കും. മാംഗ്ലൂരിലാണ് കർണാടക കോളേജ്. പിന്നെ CAU ഇവിടേക്കാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് PG കയറണമെങ്കിലും എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. എൻട്രൻസ് ICAR PG ക്രാക്ക് ചെയ്താലേ എൻട്രൻസ് നിങ്ങൾക്ക് PGക്ക് കിട്ടുള്ളൂ. ആൻഡ് മുംബൈ ഇസ് ദ ബെസ്റ്റ്. മുംബൈയിലെ CFA എന്ന് പറഞ്ഞ കോളേജായിരിക്കും ദ ബെസ്റ്റ് ഫോർ. ഞാൻ എന്തിനാ എടുത്തതെന്ന് കുറേ പേര് ചോദിക്കണ്ടായി. ഞാൻ എന്തിനാ എടുത്തതെന്ന് നിങ്ങളെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ മടുത്തു പറഞ്ഞ് ഞാൻ എടുത്തത് എന്തിനാണെന്നൊന്നും ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു, എങ്ങനെ ഞാൻ തിങ്ക് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾക്കാരുടെ അടുത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. ലൈക്ക് നമ്മുടെ ജീവിതത്തിലെ പ്ലാൻസ് എപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു എന്ന് എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം. അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് പ്ലാൻസ്. പിന്നെ കുറേ പേര് സ്കാം നേരിടുന്നതാണ്. കുറേ പേര് സ്കാമേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും കിട്ടാൻ പോകണം എത്ര മാർക്കിന് ഫിഷറീസിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഒക്കെ പോലത്തെ യൂണിവേഴ്സിറ്റീസ് വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാം 10 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പറയണത് ഛത്തീസ്ഗഡിലൊക്കെ ഉണ്ട്. ലൈക്ക് നോ നീഡ് ടു ഗോ ഫോർ ഇറ്റ്. ലൈക്ക് നമ്മൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണതാണോ പ്രൈവറ്റിൽ പഠിക്കുന്നതാണോ നല്ലത്? ആൻഡ് ഗവൺമെൻറ്റിൽ ലൈക്ക് മാക്സിമം ലൈക്ക് 20,000. ലൈക്ക് ഇപ്പോൾ പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ I think 1 lakh ആണെന്ന് തോന്നുന്നു സെം അല്ല ഇയർലി ഫീസ്. അങ്ങനെ നിങ്ങൾക്ക് ICAR തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ഫീസ്. ലൈക്ക് അതിൻ്റെ PDF അവർ ഇറക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ പറ്റുന്ന കോളേജിൽ പോവുക. ആൻഡ് നിങ്ങൾക്ക് കിട്ടും അഡ്മിഷൻ. എന്തായാലും എവിടെയെങ്കിലും കിട്ടും. അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ ഫിഷറീസിന് അല്ലെങ്കിൽ ഫോറസ്ട്രിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. അല്ലാതെ കിട്ടാതെ ഒന്നും ഇരിക്കുവാനൊന്നും പോകണ്ട. നിങ്ങളുടെ മാർക്ക് വെച്ച് കിട്ടില്ല എന്നൊക്കെ പറയണവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് എന്നാൽ പിന്നെ ഞാൻ അവിടെ ചെന്ന് ചേരാം, ഈ കോളേജിൽ ചേരാം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും ഗവൺമെൻറ് കോളേജിൽ തന്നെ. ഒരു 4th അലോട്ട്മെൻറ്റ് വരെ അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ട് വരെ, അതുവരെ വെയിറ്റ് ചെയ്യുക. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ തരും അവർ. പിന്നെ എന്ന് പറഞ്ഞാൽ സെറികൾച്ചർ ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണ് അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല പ്രത്യേകിച്ച്. ആൻഡ് എവിടെയെങ്കിലും കിട്ടും. ഈ BSc അഗ്രികൾച്ചർ ഇത് തന്നെ ഉണ്ടെങ്കിലേ നമ്മുടെ റിസർച്ച് സ്റ്റേഷനിലൊക്കെ നമുക്ക് ജോലി കിട്ടുള്ളൂ. നമുക്ക് മാത്രമേ ജോലി അവിടെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എക്സാമിനൊക്കെ ഈ നമ്മുടെ അഗ്രികൾച്ചർ ഈ കോഴ്സസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടുള്ളൂ. സോ ലൈക്ക് സാധാ ഇങ്ങനെ പ്രൈവറ്റ് കോളേജ് കുറേ
BVOC ഒക്കെ പോലത്തെ കോഴ്സസ് ഉണ്ടാവും. അതെടുത്തു കഴിഞ്ഞാൽ ജോലി ഗവൺമെന്റിൻ്റെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ കോഴ്സസ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ കിട്ടാൻ ഇല്ല. പിന്നെ നാട്ടിലെ ഫിഷറീസ് ഓഫീസർ എന്ന് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. അത് പറയണം. നാട്ടിലെ ഫിഷറീസ് ഓഫീസർ എനിക്ക് വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് കിട്ടും, അങ്ങനെ വർഷം എത്ര പേർക്ക് കൊടുക്കും ജോലി. സോ അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഓഫീസറിന് അഗ്രികൾച്ചർ പഠിക്കുന്നവർ, പിന്നെ ഫോറസ്ട്രി ഡയറി സയൻസ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഫിഷറീസിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. വേറെ സ്റ്റേറ്റുകളിലൊക്കെ ഫിഷറീസ് BFSC മാത്രം പഠിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നാട്ടിലെങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു കുറേ നാളുകൾക്ക് മുമ്പ്, ഐ ഡോണ്ട് നോ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സുവോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഒക്കെ ഉള്ളവർക്ക് നാട്ടിൽ ജോലി PSCക്ക് അപേക്ഷിക്കാം. ആൻഡ് ഇവിടെ ഉള്ളവരൊക്കെ ഓൾറെഡി ഞങ്ങളൊക്കെ ഫിഷറീസ് ഓഫീസറാണ് ഇത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കണം തന്നെ. കാരണം അവിടെ സ്റ്റേറ്റിലെന്ന് പറഞ്ഞാൽ BFSC പഠിച്ചവർക്ക് മാത്രമേ ഫിഷറീസ് ഓഫീസർ ആവാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഐ ഡോണ്ട് നോ, തിങ്സ് ഷുഡ് ചേഞ്ച് ആൻഡ് പ്രൊഫഷണൽ ഷുഡ് ഗെറ്റ് ദ ജോബ്. പിന്നെ ചോദിക്കേണ്ട കോഴ്സ് പാടാണോ എന്നൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം പഠിക്കാൻ കുഴപ്പമില്ലെങ്കിൽ ഏത് കോഴ്സും കുഴപ്പമുണ്ടാവില്ല എന്തെടുത്താലും. അല്ലാതെ ഇത് പാടാ, ഇതങ്ങനെ പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കോഴ്സൊന്നുമല്ല, അത്ര പാടൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് വേറൊരു കാര്യമുണ്ട് ഫിഷറീസിൽ അഗ്രികൾച്ചറിലൊക്കെ. എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സെമിയിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർ ബാക്ക് ഉണ്ട്. 10 സബ്ജക്റ്റിൽ 5 സബ്ജക്റ്റിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർ ബാക്ക് കിട്ടും. നോർമൽ ഡിഗ്രിയിലെ പോലെ അങ്ങനെ പാസ്സാക്കി വിടൂല അവർ. പിന്നെ പാസ്സാവണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സാധാ ഡിഗ്രിയിലാണെങ്കിൽ മാർക്ക് ഇച്ചിരി കുറവ് മതി. ഇതിൽ പാസ്സാവണമെങ്കിൽ 100-ലായിരിക്കും ടോട്ടൽ. എല്ലാ സബ്ജക്റ്റിലും മിക്ക സബ്ജക്റ്റിലും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 2 or 3 ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിലും പ്രാക്ടിക്കലും തിയറിയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്റേണൽ എക്സാം, പ്രാക്ടിക്കൽ, മെയിൻ എക്സാം, ഇത് 3ഉം കൂടി കൂട്ടിയിട്ട് 100-ൽ 50 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഹൂഎവർ ട്രൈങ് ടു ടേക്ക് ഫിഷറീസ് നൗ. ലൈക്ക് എല്ലാവരും CUET ഒക്കെ എഴുതി കയറുന്നവർക്ക് ലൈക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും എവിടെയെങ്കിലൊക്കെ എത്തട്ടെ. ബൈ.